കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും നിലവാരം ഓരോ ദിവസവും അടിവെച്ച് ഉയരുകയാണ് എന്ന ഗീർവാണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കുറേ നാളുകളായി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ പരിഷ്കാരങ്ങളൊക്കെ വരുത്തി നിലവാരമുയർന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആകെക്കൂടെ വളരെ മെച്ചപ്പെട്ട നിലയിലാകുന്നു, കൂടുതൽ ആക്കിക്കൊണ്ടിരിക്കുന്നു എന്ന അവകാശവാദങ്ങളാണ് ഈ രണ്ട് മന്ത്രിമാരും, പിണറായി മന്ത്രിസഭയിലെ രണ്ടാം ഊഴത്തിൽ വന്ന രണ്ട് മന്ത്രിമാരും പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. എന്നാൽ ചില രംഗങ്ങളിൽ ഉണ്ടാകുന്ന അപജയം കാണുമ്പോൾ ഇവർ പറയുന്ന അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവകാശവാദങ്ങളൊക്കെ വെറും പൊള്ളയാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഏറ്റവും രസകരമായിട്ടുള്ള കൗതുകകരമായ ഒരു ഉദാഹരണമാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ ഉദ്ധരിക്കാനായി ശ്രമിക്കുന്നത്. ഈ അടുത്ത സമയത്താണല്ലോ കേരളത്തിലെ 10-12 ക്ലാസ്സുകളിലെ വിജയ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിയത്. ഇവിടെ കാണേണ്ട ഒരു വലിയ പ്രത്യേകത, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഈ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ഒക്കെ വിജയം പ്രഖ്യാപിക്കുന്നത് മന്ത്രിമാരല്ല. ഇതൊരു വലിയ ആഘോഷമായിട്ടാണ് മന്ത്രിമാർ. ഇത് കുറേ കാലങ്ങളായി കേരളത്തിൽ, മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് ഈ മന്ത്രിമാർ എന്തോ ഒരു മഹാസംഭവം, അവരുടെ നേട്ടമാണ് എന്ന മട്ടിൽ അതിദയനീയമായ വിധത്തിൽ 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും പരീക്ഷാഫലം പുറപ്പെടുവിക്കാനായി വലിയ സന്നാഹങ്ങളെടുത്തി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളുടെ വലിയ വെളിച്ചത്തിൽ ഇരുന്നുകൊണ്ട് അവരുണ്ടാക്കിയ നേട്ടമെന്ന മട്ടിൽ ഗീർവാണം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാദ്യം അവസാനിപ്പിക്കണം. ഇത് അതാത് വകുപ്പുകൾ ബന്ധപ്പെട്ടതായിട്ടുള്ള സെക്രട്ടറിമാരുണ്ട്, അതാത് വകുപ്പുകൾക്ക് ഡയറക്ടർമാരുണ്ട്, ഒരു ഭരണ സംവിധാനമുണ്ട്. അത് LDF സർക്കാരായാലും UDF സർക്കാരായാലും ആ സംവിധാനം ക്രമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദശാബ്ദങ്ങളായി വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഭരണക്രമമുണ്ട്. അതനുസരിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. പരീക്ഷകൾ നടത്തുന്നു, ഫലം പുറപ്പെടുവിക്കുന്നു, അത് പ്രഖ്യാപിക്കുന്നു, സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു, സ്കൂളുകളുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു, പാഠ്യക്രമങ്ങൾ കയോജിതമായി പരിഷ്കരിക്കുന്നു. ഇതെല്ലാം ഒരു സർക്കാരിൻ്റെ അടിസ്ഥാനപരമായ ചുമതലകളാണ്. അതാണ് എല്ലാ സർക്കാരുകളും എല്ലാ കാര്യവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ മെയ് മാസം ജൂൺ മാസം ആകുമ്പോഴത്തേന് വലിയ പെരുമ്പറ മുഴക്കിക്കൊണ്ട് മന്ത്രിമാർ രംഗത്തിറങ്ങി ഈ ഫലം പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആ നാടകം ഇപ്പോൾ നടക്കുന്നില്ല. കാരണം അതിൻ്റെ റിസൾട്ട് വരുന്നത് എപ്പോഴൊക്കെയാണെന്നുള്ളത് സർവകലാശാലയ്ക്കും അറിഞ്ഞുകൂടാ, വിദ്യാർത്ഥികൾക്കും അറിഞ്ഞുകൂടാ, മന്ത്രിക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഓരോ ദിവസവും റിസൾട്ട് വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അത് പ്രഖ്യാപിക്കാതിരുന്നാൽ അവർക്ക് പിന്നെ മറ്റൊന്നും ചെയ്യാൻ സമയം കാണത്തില്ല. അതുകൊണ്ട് ഏതായാലും ഈ അപഹാസ്യ നാടകം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം ഇല്ല. പണ്ട് പ്രീ-ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇത് ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ രീതിയിൽ മന്ത്രി തൻ്റെ സ്വന്തം വലിയ നേട്ടം എന്ന രീതിയിൽ പ്രഖ്യാപനം നടത്തുന്നു. എന്തായാലും ഇനിയെങ്കിലും ഈ വിദ്യാഭ്യാസ മന്ത്രിമാരിടപെട്ട ഈ ഫലം പ്രഖ്യാപിക്കുന്ന പരിപാടി അപഹാസ്യമാണ്, നിർത്താനായി ശ്രമിക്കണം. മാത്രമല്ല, നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തും കഴിഞ്ഞ വർഷമൊക്കെ കണ്ടതാണ്, അതിൻ്റെ ആകെ സംഖ്യയൊക്കെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്, ഒരുപാട് ട്രോൾ ഉണ്ടായതാണ്. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പ്രവേശിക്കുന്നില്ല. അതൊക്കെ ഒഴിവാക്കാൻ കൂടി ഈ മന്ത്രി ഈ വിഷയം മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് പിന്മാറുന്നതാണ് നല്ലത്. അത് LDF മന്ത്രിയായാലും വരാൻ പോകുന്ന മന്ത്രിസഭയിൽ മാറ്റം ഉണ്ടാകുന്നെങ്കിൽ വരാൻ പോകുന്ന മന്ത്രിയാണെങ്കിൽ ഭാവിയിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി ഫലം പ്രഖ്യാപിക്കുന്ന ഈ ആഘോഷ പരിപാടി, ഈ മാമാങ്കം അവസാനിപ്പിക്കണം. ഇപ്പോഴുണ്ടായിരിക്കുന്ന വളരെ രസകരമായ സംഗതി, ഗുണനിലവാരം വെച്ചടി കയറുകയാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം വീതം പ്രസംഗിച്ചു നടക്കുന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാകും. പത്തനംതിട്ട ജില്ലയിലെ ഒരു വിദ്യാർത്ഥി അവിടുത്തെ കളക്ടർക്ക് അവധി പ്രഖ്യാപിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നൽകിയ ഒരു കത്താണ്.
അവധി എന്ന വാക്ക് ആ വിദ്യാർത്ഥി ന്യായമായി ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നത് ട്യൂട്ടോറിയൽ കോളേജുകളിലും അങ്ങനെയുള്ള പ്രൈവറ്റ് സെന്റർ, കാരണം സ്കൂളുകൾ ഇനിയും 2-ാം തീയതി മാത്രമേ തുറക്കുകയുള്ളൂ. പക്ഷേ അതിനു മുൻപ് തന്നെ ചില ട്യൂട്ടോറിയൽ കോളേജുകളും ചില CBSE സ്കൂളുകളും ഒക്കെ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ കടുത്ത മഴയും പേമാരിയും ഉണ്ടായപ്പോൾ അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ച പത്തനംതിട്ട ജില്ലയിലെ പെരുമഴ വന്നപ്പോൾ അവിടുത്തെ കളക്ടർ ബഹുമാനപ്പെട്ട S. പ്രേംകൃഷ്ണൻ തിങ്കളാഴ്ച പൊതുവെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഏത് സ്ഥാപനത്തിലേതാണെന്നോ ഏത് ക്ലാസ്സിലെയാണെന്നോ പറഞ്ഞിട്ടില്ല. ന്യായമായി 9-ാം ക്ലാസ്സോ 10-ാം ക്ലാസ്സോ അതിന് മുകളിലോ ഉള്ളതായിരിക്കും. ആ ഒരു വിദ്യാർത്ഥി ബഹുമാനപ്പെട്ട കളക്ടറോട് അപേക്ഷിച്ചിരിക്കുകയാണ്, അവധി ചൊവ്വാഴ്ച കൂടെ തരണം എന്നാണ് അപേക്ഷ. ആ എഴുതിയിരിക്കുന്ന 2 വരികൾ മുഴുവൻ അക്ഷരത്തെറ്റാണ്. അവധി എന്നുള്ളതിന് കൃത്യമായി ശരിയായി ആ കുട്ടി എഴുതിയിട്ടില്ല. അതിനുശേഷം എഴുതിയ വാക്കുകളൊന്നും ഒരു ഭാഷയിലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വാക്കുകളാണ്. അത് വളരെ രസകരമായി ആസ്വദിച്ച നർമ്മബോധമുള്ള ബഹുമാനപ്പെട്ട പ്രേംകൃഷ്ണൻ എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലാ കളക്ടർ ആ കുട്ടിക്ക് നൽകിയ മറുപടിയാണ് എല്ലാവരെയും ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും. അദ്ദേഹം എന്താണ് കൊടുത്തിരിക്കുന്ന മറുപടി? സ്ഥിരമായി ക്ലാസ്സിൽ പോകാൻ ശ്രമിക്കണം, കുറഞ്ഞ പക്ഷം മലയാളം ക്ലാസ്സിലെങ്കിലും കൃത്യമായിട്ട് ഇരിക്കണം എന്ന ഗുണദോഷമാണ് ബഹുമാനപ്പെട്ട കളക്ടർ ഈ വിദ്യാർത്ഥിക്ക് നൽകിയത്. എന്തൊരു ദയനീയമാണ്! റിസൾട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവിടെ A++ എന്ന് പറഞ്ഞ് ശ്വാസം വിടാതെയാണ് റിസൾട്ടിന്റെ കണക്കുകൾ ബഹുമന്ത്രി അവതരിപ്പിക്കുന്നത്. 99.99% കേരളത്തിലെ വിജയ ശതമാനം. അതും ഒരു സ്കൂളിൽ മുഴുവൻ 100 പേർ പരീക്ഷ എഴുതി 101 പേർ വിജയിച്ചിരിക്കുന്നു. സർക്കാർ സ്കൂളുകൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കഴിഞ്ഞ 4 വർഷങ്ങളായി ഈ സർക്കാർ ബഹുക്ഷേമമാക്കിയതിന്റെ ഫലമായി വിജയ ശതമാനം ഉയരുന്നു. എല്ലാവരും A+. പരീക്ഷാ പേപ്പറിൽ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളുടെ നമ്പർ ഇട്ടാലും A++ലേക്ക് പോകുന്ന ഒരു തരം മൂല്യനിർണയമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. ഇവിടെ പണ്ട് നടത്തിയതായിട്ടുള്ള ഈ അടുത്ത കാലത്ത് തന്നെ നടത്തിയ ചില സാങ്കേതിക സർവേയുടെ ഫലമായി 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക്, പാസ്സായവർക്ക് 3-ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ പോലും നേരെ ചൊവ്വേ വായിക്കാനോ കണക്കുകൾ വേണ്ട രീതിയിൽ ചെയ്യാനോ ഉള്ള പ്രാപ്തിയില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. മാത്രവുമല്ല, ഇതിനേക്കാളൊക്കെ വളരെ വിചിത്രമാണല്ലോ, 9-ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷനാണ് കേരളത്തിൽ. വിദ്യാർത്ഥികളെ തോൽപ്പിക്കാൻ പാടാണ്. ഒരുത്തനെ തോൽക്കണമെന്ന് വിചാരിച്ചാൽ പോലും ബലാത്കാരമായി ആ കുട്ടിയെ ജയിപ്പിച്ചു വിടുന്ന ഒരു സമ്പ്രദായം. സാർവലൗകിക വിദ്യാഭ്യാസം എന്നൊക്കെയാണ് പ്രഘോഷിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം? കേരളത്തിലെ 199.99 കൊണ്ട് AA+, A++ കൊണ്ട് ദേശീയ തലത്തിൽ ഒരു മത്സര പരീക്ഷയ്ക്ക് എഴുതുമ്പോഴാണ് ഈ AA+, AAA+ ഒക്കെ കിട്ടിയ ആളുകൾ എവിടെ നിൽക്കുന്നുവെന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. സ്വന്തം പേര് പോലും തെറ്റുകൂടാതെ, കൂട്ടക്ഷരങ്ങൾ മലയാളത്തിൽ തെറ്റുകൂടാതെ എഴുതാൻ കഴിയാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ ക്ലാസ്സിലും ഒരു 10% താഴെയാണ് എന്നതാണ് നഗ്നമായ യാഥാർത്ഥ്യം. യാതൊരു ഗുണനിലവാരവും ഉയർത്താതെ സംഖ്യാപരമായി ഇവിടെ വലിയ വിജയമാണ്. സാക്ഷരതയിൽ 1-ാം സ്ഥാനത്താണ് കേരളം. ഇപ്പൊ എല്ലാത്തിലും 1-ാം സ്ഥാനത്താണ്. ഏറ്റവും ഒടുവിൽ കോവിഡ് 2025 വന്നപ്പോഴും കേരളം 1-ാം സ്ഥാനത്താണ്. ഇതാണ് കേരളത്തിലെ 1-ാം സ്ഥാനത്തിന്റെ അടിസ്ഥാനമായ മാനദണ്ഡങ്ങൾ. ഇത് നടന്ന സംഭവമാണ്. 2 ദിവസമേ ആയുള്ളൂ ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ എഴുതിയ ഒരു അപേക്ഷയിലെ വിദ്യാർത്ഥി വരുത്തിയതായിട്ടുള്ള മണ്ടത്തരങ്ങൾ. അവധി എന്ന വാക്ക് പോലും തെറ്റുകൂടാതെ എഴുതാൻ കഴിയാത്ത ഒരു വിദ്യാർത്ഥി കേരളത്തിൽ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ഗുണനിലവാരം എത്രയാണ് വിദ്യാഭ്യാസത്തിൻ്റെതെന്ന് കണ്ടെത്താനായി പാഴൂർ പഠിക്കലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ യാഥാർത്ഥ്യവും പ്രചാരണവും ഒക്കെ
തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു നർമ്മപ്രധാനമായിട്ടുള്ള കഥയായി ഇതിനെ തള്ളിക്കളയാതെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി ശാസ്ത്രീയമായി നടപടികൾ എടുക്കേണ്ടതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടുകയാണ്. എങ്ങനെയെങ്കിലും കുട്ടികളെ തല്ലിപ്പഴിപ്പിച്ച് 9ാം ക്ലാസ് വരെ കൊണ്ടെത്തിയിട്ട് 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ തരത്തിൽ വിജയ ശതമാനം പെരുപ്പിച്ചു കാട്ടി ഈ വിദ്യാർത്ഥികളെയൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ തിരിച്ചടിക്കുന്ന അവസ്ഥയിലേക്ക് ആണോ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കേണ്ടതെന്ന് ആലോചിക്കണം. നേരത്തെ സൂചിപ്പിച്ച പോലെ ദേശീയ തലത്തിൽ നടക്കുന്ന പല മത്സര പരീക്ഷകളിലും കേരളത്തിലെ വിദ്യാർത്ഥികൾ പിന്നാക്കം പോവുകയാണ് എന്ന ഒരു സത്യം നാം തിരിച്ചറിയണം. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇവിടുത്തെ ഗുണനിലവാരം വർദ്ധിപ്പിച്ചു എന്ന് ഗീർവാണം മുഴക്കിയത് കൊണ്ട് കാര്യമില്ല. ഇന്ത്യയിൽ ആകമാനമുള്ള പരീക്ഷകൾ JNU പോലുള്ള ഉയർന്ന സർവകലാശാലകളിൽ അല്ലെങ്കിൽ IIT IIM പോലുള്ള ദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോകുന്ന കുട്ടികളുടെ ശതമാനം കണക്കിലെടുക്കണം. ഒഡീഷയിൽ നിന്ന് താരതമ്യേന വികസനം കുറഞ്ഞ സംസ്ഥാനങ്ങളായ ബീഹാറിൽ നിന്നും ഒഡീഷയിൽ നിന്നും ഒക്കെ കേന്ദ്ര സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുന്ന കുട്ടികളുടെ എണ്ണവും കേരളത്തിലെ കുട്ടികളുടെ എണ്ണവും തമ്മിൽ താരതമ്യം ചെയ്യണം. അപ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം വേണ്ട രീതിയിൽ ശാസ്ത്രീയമായി കൊടുക്കാതെ ശതമാനം കാട്ടി പെരുപ്പിച്ച് ഗുണപരമായ വർധനവ് വരുത്തുന്നത് അല്ല കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഗുണപരമായ വർധനവ് വരുത്താൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ ഈ രംഗത്ത് വരണം. അത് മന്ത്രി മുതൽ താഴോട്ടുള്ള ആളുകൾ അതിന് തക്കതുപോലെയുള്ള അക്കാദമിക കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. വളരെ ഭംഗിയായി ഇത് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം. സ്വന്തം നിലയിൽ തന്നെ അല്പമൊക്കെ വിദ്യാഭ്യാസപരമായ നിലവാരമുള്ളവർ ബന്ധപ്പെട്ട സ്ഥാനങ്ങളിലായിരിക്കണം എന്നതൊക്കെ നിഷ്കർഷിക്കാമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചെറിയ മാറ്റങ്ങളെങ്ങും വരുത്താൻ കഴിഞ്ഞുവെന്ന് വന്നേക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ സംഖ്യാപരമായ കളികൾ ആവർത്തിച്ചുകൊണ്ട് നമ്മൾ 1ാം സ്ഥാനത്താണ്, സാക്ഷരതയിൽ 1ാം സ്ഥാനത്താണ് എന്നൊക്കെ പറഞ്ഞ് പെരുമ്പറയടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഇത് സമഗ്രമായ ഒരു പരിഷ്കരണമാണ് ആവശ്യം. ഈ ബഹുമാനപ്പെട്ട പത്തനംതിട്ട കളക്ടർ അദ്ദേഹത്തിൻ്റെ നർമ്മബോധം ഉപയോഗിച്ചുകൊണ്ട് കൊടുത്ത മറുപടി വളരെയേറെ ചിന്തിപ്പിക്കുന്നതാണ്. അവധിക്ക് അപേക്ഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് ക്ലാസ്സുകളിൽ കുട്ടികൾ പോകണം, വേണ്ട രീതിയിൽ പഠിക്കണം, കുറഞ്ഞപക്ഷം മാതൃഭാഷയെങ്കിലും തെറ്റുകൂടാതെ എഴുതാനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രാപ്തി ഉണ്ടാകണം എന്നതൊക്കെയാണ് ഈ സന്ദേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതാണ് ഗൗരവത്തിലെടുക്കേണ്ടത്. ബന്ധപ്പെട്ട ആളുകൾ ഈ സൂചന കാര്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ സക്രിയമായി ഇടപെടണം എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും.